എന്റെ ദൈവമേ, അങ്ങനെ നമ്മുടെ ആനന്ദ് എൻഗേജ്ഡ് ആയിരിക്കുകയാണ്. ഓ എടാ അരവിന്ദ്, നിന്റെ ചേട്ടൻ എൻഗേജ്ഡ് ആയടാ. നിനക്ക് എന്താണ് ഈ അസുലഭ നിമിഷത്തിൽ പറയാനുള്ളത്? അടുത്ത ചേച്ചി കിടില ലുക്ക്. എടാ നീയും അടിപൊളി. എന്റെ പണി എല്ലാരും മൊമ്പ ലുക്കിലാണല്ലോ ഇന്ന്. വാ അറിയാ, സുഖമാണ്. എന്തൊക്കെ വിശേഷം? എല്ലാം മംഗളമായിട്ട് നടന്നില്ലേ ഇവിടെ? കേട്ട പോലും ഇല്ല അത്. എന്റെ ചോദ്യം സൈഡിൽ കൂടെ പോയി കേസ്. മംഗളമായിട്ട് നടന്നത് ഇതാരെന്നറിയാവോ? ആരാ? ആ അതായത് പെൺകുട്ടിയുടെ സഹോദരൻ. ആണോ? എടാ എങ്ങനെയാടാ നിങ്ങള് മാച്ച് ആയത്? ഇതൊന്ന് സ്റ്റക്കായി പോയാ അവിടെ. അറിയാം, സോമശേഖരൻ മാമനല്ലേ? അല്ലേ? ആണോ? ഞാന് 10-12 കൊല്ലം കൊണ്ട് ഈ സെറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ പേരെന്താണ്ട്? താങ്കളൊക്കെ വന്നതിന് ശേഷം പേര് മാറ്റിയോ? ഇല്ല, സ്ഥലം മാറി. പേരെന്താണ്ട്? മോഹൻ. നമസ്കാരം, നൈസ് ടു മീറ്റ് ചേട്ടാ. ഒരുപാട് സന്തോഷം കണ്ടതില്. ആ ഫോട്ടോ എടുക്കാം. എടാ പാടാ, എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ പോവാം. കമോൺ ഗൈസ്, ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കാൻ കയറട്ടെ ഗൈസ്. സീനിയേഴ്സിന്റെ ഫ്രണ്ടിൽ കൂടെ വിടാം. ഐശ്വര്യമായിട്ട് കയറും ചേച്ചി. ഹലോ നമസ്കാരം, ഇത് അരവിന്ദിന്റെ അച്ഛനാണ്. നമസ്കാരം മാമ, സുഖമാണോ? സുഖമല്ലേ? അടിപൊളി. മാമനെയാണോ പോയി ഇമിറ്റേറ്റ് ചെയ്യണ വീഡിയോയിലൊക്കെ? ആണല്ലേ? എങ്ങനെ തോന്നണടാ എന്റെ ചെറുക? ഒന്ന് പിടിച്ചേടി, ഞാൻ അവനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഞങ്ങളുടെ കുറെ കാലത്തെ കാത്തിരിപ്പ്, ഞങ്ങളുടെ അല്ലേ എവന്റെ. എന്റെ നേരത്തെ പോണില്ല. ഹലോ, എന്താ എന്റെ പേര്? ഇങ്ങോട്ട് വെക്കാം. എന്ത് ചെയ്യുന്നു ആതിര? ആണോ? അടിപൊളി. ഏത് പോറില്ല? RRB. അടിപൊളി. നീ ഹാപ്പി അല്ലേടാ? ആണോ ഒക്കെ പറഞ്ഞത്. എന്തായാലും രണ്ടുപേർക്കും വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഹാപ്പി ഫ്യൂച്ചർ വേണ്ടി ഒരാളെ കൂടെ കാണിച്ചു കൊടുത്തോട്ടെ. ഇതാണ് സുഹൃത്തുക്കളെ അരവിന്ദിന്റെ അമ്മ. മാമി നമസ്കാരം, സുഖമാണോ? അവിടെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് നമ്മളൊന്ന് നേരിട്ട് കാണുന്നത്. സുഖമല്ലേ? എല്ലാം മംഗളമായിട്ട് നടന്നില്ലേ? ഫുഡ് കഴിച്ചില്ല, വിശകനുണ്ട്. ആ ഓക്കെ, അതെ ഓക്കെ സെറ്റ്. അപ്പൊ നമ്മളെല്ലാം ഒരുമിച്ചിരിക്കുന്നതായിരിക്കും. എടാ ഫോട്ടോ എടുക്കണ്ടേ നമുക്ക്? എല്ലാരും ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എടി നീ ഉണ്ടല്ലോ, നിന്നെ ആഗ്രഹിച്ച് സ്വരുക്കൂട്ടി ആകാശത്തൊന്നും വരുത്തുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ മാനിഫെസ്റ്റ് ചെയ്തതാണ് അല്ലേടാ? എടാ നീ സത്യം പറയടാ, മാനിഫെസ്റ്റ് ചെയ്ത് വരുത്തിയല്ലേടാ കൊച്ചിനെ? അല്ലേ? എടാ ഇത്ര പെട്ടെന്ന് എങ്ങനെയാടാ എല്ലാം? 2 ആഴ്ച കൊണ്ട്. ഓ സൂപ്പർ ഫാസ്റ്റ്. എടാ എന്റേത് 1 ആഴ്ച കൊണ്ടാണ് നടന്നത്, അതുകൊണ്ട് എനിക്ക് റിലേറ്റബിൾ ആണ്. 2 ആഴ്ച കൊണ്ട് സെറ്റായി. ഓക്കെ, നിങ്ങൾ തമ്മിൽ എത്ര സംസാരിക്കാറൊക്കെ ഉണ്ടോ? കെമിസ്ട്രി ഒക്കെ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ? അവള് ഇല്ല, സോറി, ഞാൻ ഫിസിക്സിന്റെ ആളാണ്. ആ ചളി വർക്കൗട്ടായി. ഫോട്ടോ എടുക്കട്ടെ? ഒരു കേസ് ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ. ഇന്റർവ്യൂ എടുക്കട്ടെ നിങ്ങളാ? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും ഒന്ന് പറയാമോ? ഫിലിം ആർട്ടാണ് ചെയ്യുന്നത്, സെറ്റ് വർക്ക്. അപ്പൊ മാമൻ ഒരുപാട് സിനിമകളിലൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ടോ? 160 സിനിമകളിൽ. ഒരു ഫേമസ് പടത്തിന്റെ പേര് പറഞ്ഞ? രസാന്തരത്തിലൊക്കെ സെറ്റ് ഇട്ട ആളാണോ മാമ? പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ബമ്പർ ചിരിലോട്ട് ഇടയ്ക്ക് വരിക. ഓക്കെ സെറ്റ്. മനസ്സിലായി. പെൺകുട്ടിയുടെ മാമൻ. മനസ്സിലായി, ശരി. എടാ നന്ദു, നീ വരുവില്ലെന്ന് പറഞ്ഞാൽ സത്യം ഇപ്പൊ എന്റെ വിഷമം പറഞ്ഞോളൂടാ. ആ കുഴപ്പമില്ല. ഓ പക്ഷെ നീ വരണമെന്ന് ഞാൻ ഇവന്റെ അടുത്ത് ഇവന്റെ മുഖം തെളിഞ്ഞു. ഞാൻ ഇവനെയും പെങ്കൊച്ചിനെയും കൂടെ ഒപ്പോഴേ നമ്മുടെ NYC-ലോട്ട് വിളിച്ച് ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട്. അപ്പൊ അവള് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് വരാക്കാന്ന് പറഞ്ഞു. പാവം മോള്. എന്താ പുറത്തൊന്നും വരില്ല, രാത്രി 9 മണിയാകുമ്പോ ഉറങ്ങും. അതിനെന്താ കുഴപ്പം? അവ അങ്ങനത്തെ ചെറുക്കനല്ലേ? രാത്രി 12 PUBG പബ്ജി കളിയൊക്കെ അപ്പൊ ഒരു പരുവായി പറഞ്ഞല്ലേ? ആ ഓക്കെ. അല്ല ഇനിയിപ്പം ശ്രദ്ധ മാറുമല്ലോടാ. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ?
ഞാനും കഴിച്ചില്ല. നീയോ? നീയോ? നമുക്ക് എല്ലാവർക്കും ഞാനിവിടെ നിൽക്കാം നിന്റെ കൂടെ. ഒരു ഫോട്ടോ കൂടെ എടുക്കട്ടെ കേസങ്ങള്. ആഹാ അന്തസ് അളിയ. ഗ്രേറ്റസ്റ്റ് സദ്യ എന്റെ വേൾഡ്. അങ്ങോട്ട് വേണേ നീ റൂട്ട് മാറിയോ? എടാ തിരുവനന്തപുരം അതെ അതെ മിടിക്കാണ്. ഞങ്ങള് കഴിച്ചിട്ട് വരട്ടെ കേസ്. എടാ മൊട്ട കോമഡി എന്തെടാ സന്തു? ആ ബ്രോക്കറെ നമ്പർ നേരെ ഒന്ന് അടുത്തൂടെ പോയിട്ട് പറയാം. സന്ദീപ് വന്നിട്ട് ഇന്ത്യനെ കൊടുക്കാൻ ശരണ്യ പെട്ടെന്ന് രാവിലെ വിളിച്ചിട്ട് എന്റെ കല്യാണം ഉറച്ചു എല്ലാരും. എടാ എടാ ഇവന്റെ പെണ്ണ് സെറ്റായി കൊടുക്കണ ആർക്കാണ്? അവർക്ക് 25,000 രൂപയാണ് ഞാൻ ഓഫർ ചെയ്തേക്കണത്. ഓ അതെങ്ങനെയെങ്കിലും ഒപ്പിക്കണം. കല്യാണം വരെ അപ്പുറം മൂന്നാന്റെ ഉച്ചയെന്ന് ഞാൻ എടുക്കുന്നത് ഈ ടാസ്ക്. എന്റെ കല്യാണത്തിന് അവന് പിന്നെ തിരുവനന്തപുരം തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. തിരുവനന്തപുരം നല്ലതാണ്. അവൻ നമ്മുടെ ഒരു സ്വഭാവത്തിന് തിരുവനന്തപുരമാണ് ബെസ്റ്റ്. അതെ കണ്ണൂര്. ഓ പെൺവീട് വരെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരാണ്. ഓ 2 ദിവസം പിടിക്കും. ഓ ഇറങ്ങാടാ ഇറങ്ങാം. സദ്യ കഴിച്ചാൽ അപ്പൊ ചെറുക്കാ ഒന്നുകൂടെ ഓൾ ദി ബെസ്റ്റ് വിഷസ്. എല്ലാവിധ മംഗളാശംസകൾ. ഇനി നീ തിരക്കിലാവും. ഇനിയാണ് പണി വരാൻ പോകുന്നത്. ഞങ്ങൾക്കറിയാം. അയ്യോ അപ്പം അടുത്ത എന്റെ അതിന് നീ നേരത്തെ എത്തും. ഓക്കെ അപ്പൊ ശരി ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ കേസ്. ഇവിടെ ബാലരാമപുരത്ത് ഇറങ്ങി നേരെ നമ്മൾ ലുലുമോളി വന്ന കേസ്. ഇന്ന് പടക്കള സിനിമ കാണണം. അവർ 3 പേര് പോഡ്കാസ്റ്റില്, അതായത് ഇത് വരുമ്പോഴത്തേക്ക് അത് ഇറങ്ങണം. 3 പേരും വന്ന് പോഡ്കാസ്റ്റിൽ ഇതിനെ കുറിച്ച് ഭീകര അഭിപ്രായമാണ് കേസ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കാണാം എന്ന് അവരുടെ അടുത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണാൻ കയറുകയാണ്. ഞങ്ങൾ എല്ലാവരും കയറാനല്ല, പെമ്പിള്ളേര് താഴെ കോസ്റ്റ്യൂം മാറാനായിട്ട് നിൽക്കുകയാണ്. നമ്മളെല്ലാം റെഡിയല്ലേ പടം കാണാൻ? അപ്പോൾ നേരെ കയറട്ടെ കേസ്. എന്നിട്ട് ഞങ്ങൾ പടം കണ്ടിട്ട് വരാം. എന്റെ പൊന്നോ എന്തൊരു തിരക്കുന്നു. പടക്കളം കണ്ട് കിണ്ണം കാച്ച സാധനം. ഈ വർഷം കണ്ടില്ല എനിക്ക് ഏറ്റവും വർക്കായ പടം. എടാ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഓ കഥ ഡയലോഗായിരിക്കും. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു സന്ദീപ്? ഈ വർഷം കണ്ടതിൽ ഏറ്റവും ചിരിച്ച പടം, നീ ഈ വർഷം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ? തുടരും. ആ ലാലേട്ടൻ വേണം ഓഫ് കോഴ്സ്. നിങ്ങൾക്ക് ചിരിക്കണമെങ്കിൽ ഇത് തന്നെ കാണണം അല്ലേ? ചിരിക്കണമെങ്കിൽ ഇത് അതെ ഇത് സ്പോയിലർ. പക്ഷേ പിന്നെ ഷറഫുദ്ദീനൊക്കെ വേറെ ലെവലിൽ കൊണ്ട് അഭിനയിച്ചു അല്ലേ? സന്ദീപും സുരാജേട്ടനും ഓ കളക്കി കഴിച്ച എല്ലാവരും കൂടെ. ശരിക്കും ഇത് ഞാൻ തിയേറ്ററിൽ കണ്ടില്ല, നഷ്ടമാണ്. ആരെങ്കിലും തിയേറ്റർ ഇതുവരെ കണ്ടിട്ടില്ല. മിക്കവാറും ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് കാണും. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണുക. അല്ലടാ തിയേറ്ററിൽ കാണാനുള്ളതല്ലേ? മ്യൂസിക്കും ഡയറക്ഷനും ഇത് കഴിഞ്ഞ ഉടൻ ഞാൻ ഈ ഇതില് അവരെല്ലാം ഫോൺ വിളിക്കാൻ പോകണം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പൊളിച്ച് കേസ്. ഇനി ഞങ്ങളുടെ കൂടെ വന്ന കിഴങ്ങുകളെ കണ്ടുപിടിക്കട്ടെ. എടി കുരുപ്പ നീ അവിടെ പോയിരുന്നു സിനിമ കാണാൻ വരാതെ? ഞങ്ങള് നല്ല ചില്ലായിട്ട് ഒരു കഫേ പോയി കോഫി സിപ്പ് ചെയ്ത് അവിടെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടാ വൈകി പോയി ഇറങ്ങിയപ്പോ ഭയങ്കര തിരക്കായിരുന്നു വാഷ്റൂമില്. പിന്നെ അവിടെ ഇരിക്കാന്ന് അവിടെ പോയിട്ട് കാണണം കേട്ടോ. കിട്ടിലും പടോടി പടക്കളം സൂപ്പർ സാധനം. എന്നെ കണ്ടപ്പോ ചിരിച്ച് മനുഷ്യൻ മരിച്ച്. ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ല. അതെ സത്യം. ഞങ്ങളുടെ കൂടെ എല്ലാരും ചിരിയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അവിടെ ആണോ? ഞാൻ ഒന്ന് പെടുത്തിട്ട് വരാം. കമോൺ നമുക്ക് മൂത്ര കമ്പനി തരൂ. വരൂ കമോൺ ഗൈസ്. അതെ അമ്മ കൂടെ ഉണ്ടല്ലേ മനസ്സിലായി. ഞങ്ങൾ വരണ്ട ഗൈസ്. ഞങ്ങൾ പോയി പെടുത്തിട്ട് വരാം. നിങ്ങൾ എവിടെ നിന്നാടാ? പത്തനംതിട്ടന്നാണോ? നിങ്ങൾ വ്ലോഗ് സ്ഥിരം കാണാറുണ്ടോ? ആടാ ഒരുപാട് സന്തോഷം. പടക്കളം കണ്ടോ നിങ്ങള്? സിനിമ പടക്കമല്ലടാ പടക്കളം കാണട്ടോ. നല്ല പടം കേട്ടാ. ഇപ്പൊ കണ്ടിട്ട് ഇറങ്ങിയുള്ളൂ. അപ്പൊ സന്തോഷം. വ്ലോഗിനോട് ഹായ് പറഞ്ഞോ? വീട്ടിൽ ഇരുന്ന് കാണാലോ. ശരി ശരി പോയിട്ട് മക്കളെ. ഞങ്ങള് മോളിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോ ആരാ ഞങ്ങളെ കാണാൻ വന്നത് നോക്കൂ സുഹൃത്തുക്കളെ. അപ്പൊ എവിടെ കേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞാ? നീ എന്തിനാ അങ്ങനെ ഒരു സസ്പീഷ്യസ് ആയിട്ടൊക്കെ നോക്കിയത്? എടാ ഒന്നും നോക്കണ്ട, നേരെ പോയി പടയോട്ടം പടക്കളം കാണും. നല്ലൊരിതായിരുന്നു. അത് കട്ട് ചെയ്തതിന് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്തു സുഹൃത്തുക്കളെ. എടി രാവിലെ നീ ഒലത്തിയ ഞാൻ പറയണോ?
പിന്നെ ഞാൻ വിട്ട് കളഞ്ഞ് പാവോന്ന് വിചാരിച്ചിട്ട്. ഇത് മെഴുവി ഗൈസ് രാവിലെ, അതിന്റെ ഞാൻ ഇടാത്തതാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നമ്മളിനി 7:15 ട്രെയിൻ. അത് രാത്രി 10-10:30-11 മണിയാകുമ്പോഴത്തേക്ക് എറണാകുളം എത്തും. അങ്ങോട്ടാണ് പോവേണ്ടത്. ഓക്കെ, അപ്പോ ഞങ്ങൾ ഇനി ആണോടാ, എന്താ നിന്റെ പേര്? സുഹൈൽ. എത്ര പഠിക്കുക? നീ 7-ലാ. മിടുക്കനാണല്ലോ. ഏത് സ്കൂളിലാ? എന്നിട്ട് ഓടിക്കളന്നല്ലേ അവൻ GOPS പട്ടാമി എന്ന് പറഞ്ഞു. എടാ എന്നെ ആരൊക്കെ കൊണ്ടുപോകണടാ, എന്നെ ലിഫ്റ്റിൽ കൊണ്ടുപോകാം. ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേസ്. സന്ധ്യ ടാറ്റ. ഷൂട്ട് കഴിഞ്ഞിട്ട് കാണാം. പോവാമോ കുരിപ്പോളെ ചേച്ചി? വാ. അല്ല, അത് വലിയ കുരുപ്പേ. എന്തിനടി നിനക്ക് നിനക്ക് നീ എന്നെ ചേട്ടനെന്ന് വിളിച്ചാൽ നിനക്ക് ബഹുമാനം തരാം. അപ്പൊ പിന്നെ ബഹുമാനം വേണ്ടല്ലേ ചേച്ചി? 7 വർഷം 6 വർഷം ഞാൻ ഇവനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാലോ. വേണ്ടല്ലേ? എന്നാ വാ, എന്നാ വാ കിഴങ്ങേ. അവ സെറ്റായില്ലേ ഗൈസ്? കണ്ണംബ്രോയും അബിയും ഒക്കെ നാട്ട് പോണു. എടാ കണ്ണംബ്രോ എവിടെ? കണ്ണംബ്രോ പോണ്ടേ? ഏത് ട്രെയിനിലാണ് നമ്മൾ പോണത്? SF എക്സ്പ്രസ്. ഓക്കെ, നമുക്ക് പോവാനുള്ള ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ ഒന്ന് കിടക്കുകയാണ് ഗൈസ്. ഇതാണ്ട് ഈ ട്രെയിൻ. ഉറപ്പ്, 100% ഉറപ്പ്. സെറ്റാണ് ചേച്ചി. അല്ല, ഇന്നലെ ചെറിയ സെറ്റ് കുറവുണ്ടായിരുന്നു, മൊത്തത്തിൽ സെറ്റാണ്. മക്കളെ ഉറപ്പല്ലേ? ഇതല്ലേ? ആ, 4 നോക്കളെ 2ആണ്. അതിന്റെ അടുത്ത് പോവാൻ പറയണേ. ഇവള് വൈതെറ്റിക്കും. ഇവള് ആര്? കഴിഞ്ഞ ദിവസം എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ ബെർത്ത് മാറ്റി കയറ്റി. അത് ഈ ശരണ്യ ഓരോ വഴി പറഞ്ഞു തരുമ്പോ അതിൽ കൂടെ കയറി പോണതിന്റെ പ്രശ്നമാണ്. രണ്ടും കൂടി എന്റെ തലയിട്ട് വെക്കും. അതെ, ആ തല മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വെക്കാൻ. അല്ലേ ചേച്ചി? ശരണ്യ എപ്പോഴല്ലേ പണ്ട് വഴിതെറ്റിക്കുള്ളൂ. ചുമ്മാ തള്ളാൻ പറഞ്ഞ അതും കേക്കൂല. അയ്യോ, നന്മമരം. ഈ നന്മമരത്തിന്റെ ഇടയിൽ കിടന്ന് ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് നമ്മുടെ ഇത് കോച്ച് പ്ലാപ്ലേ ചെയ്യുന്നു. കോച്ച് കണ്ടുപിടിക്കാം. ആരാ? എന്താ? വാടി പുറത്തോട്ടിറക്കാം. നമ്മളെ ടാറ്റ അല്ലല്ല, നീ ഇറങ്ങു വേണ്ട അങ്ങോട്ട്. അവള് ജുബയിട്ട് ഇറങ്ങിയൊക്കെയാണ് രാത്രി. നൈറ്റി ആയിരുന്നു അത്. ചേച്ചി ഇവളെ ശ്രദ്ധിക്കണം, ഇവളാള് ശരിയല്ല, അവള് മോഷ്ടിക്കും. ഇവന്മാരെടുത്തൊക്കെ നമ്മള് ലുലുന്ന് ടാറ്റ. ഒരു സെക്കൻഡ് മക്കളെ, എടി ഇറങ്ങു വേണ്ടേ? എടാ, നിന്നെയൊക്കെ ലുലുല് വെച്ച് ടാറ്റയെന്നു പറഞ്ഞു വിട്ടല്ലേ? നീയൊക്കെ എന്താ ഇവിടെ വന്നത്? ആണാ? ഓ, താങ്ക് യു. ഒരു ഗ്രൂപ്പ് ഹഗ്. അവളെ കൈ വെക്കുള്ളൂ, പുറത്തിറങ്ങും. നമസ്കാരം. കേറിപ്പൊടിയകത്ത്. അല്ല, ചേച്ചിയുടെ അടുത്തല്ല. ചേച്ചി അയ്യോ, അല്ല ചേച്ചിയുടെ അടുത്തല്ല, ഇവളുടെ അടുത്ത്. ടാറ്റ അടിച്ചു. ടാറ്റ. നിങ്ങൾക്ക് ടാറ്റ. ബൈ. ഓൾ ദി ബെസ്റ്റ്ടാ. സമാധാനമായിട്ടൊക്കെ സംസാരിക്കണം കേട്ടോ കൊച്ചിന്റെ അടുത്ത്. നോ ആക്രാന്ത്. എന്തിനാ വിഷമിക്കണത്? എന്തിനാ വിഷമിക്കണത്? ഭ്രാന്തി വെച്ചിരിക്കുന്ന ചേച്ചി. അവൻ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോഴാണ് വിഷമിക്കണത്, ഇപ്പോഴേ വിഷമിക്കണ്ട. മതിയടി ടാറ്റ. ഇവളെ തള്ളിയിടി ചേച്ചി. ആണോ? ആ, പോയി. Go to your classes. നമസ്കാരം. അയ്യോ, നിങ്ങൾ ഒരു ഭയങ്കര ഒരു നമസ്കാരം. അപ്പം ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കൊടുക്കാൻ പറഞ്ഞു. എന്തോ ഗൈസ്, ഞാൻ വിചാരിച്ചു എന്നെ SI പൊക്കിയെന്ന്. SI എന്ന് കേട്ടപ്പോ നിങ്ങൾ രണ്ടെണ്ണം ഓടി. നിങ്ങളൊക്കെ എന്ത് കൂട്ടുകാരാണ്? നിങ്ങളുടെ സെൽഫി എടുക്കണമെന്ന് മനസ്സിലാവണ്ട പോകുന്നത്. അത് നിനക്ക് എന്താണ് സെൽഫിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ? ഞാൻ പറയട്ടെ, എന്താ ഞാൻ SI ആണ്, ഏതൊരു ബിഗ് ഫാൻ ആണെന്ന് പറഞ്ഞു. ഫാൻ കേട്ടപ്പോ ഞാൻ പോകുന്നു. അയാളുടെ SI ആണ്, ഇന്നിങ്ങനെ ബ്ലോഗിങ് പറ്റില്ലെന്നാണ് അവിടെ നിന്നെ. ആണല്ലേ? ഓക്കെ, എന്നാ കുഴപ്പമില്ല. ചുമ്മാ പാട്ടി എന്നെ ഒറ്റയ്ക്കാക്കി ഓടിക്കളഞ്ഞു ഗൈസ് ഈ കശ്മല. ഓക്കെ, നമ്മൾ എത്ര മണിക്കകത്ത്? 10-10:30 മണിയാകുമ്പോൾ നമ്മൾ എത്തും ഗൈസ്. അപ്പോ ഇനി ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യട്ടെ. എറണാകുളം എത്തുകയാണ് സുഹൃത്തുക്കളെ. ചേച്ചി ടാറ്റ. ബൈ. ബ്ലോഗിന്റെ അടുത്ത് ടാറ്റ പറഞ്ഞോ? പിന്നെ അടിച്ചോണ്ട് നിൽക്കാതെ ഇറങ്ങടി. ചേച്ചി ടാറ്റ.
എത്തിയാണ് സുഹൃത്തുക്കളെ എറണാകുളം. ഓ എന്റെ കണ്ണിങ്ങനെ ഉറങ്ങ തളം കെട്ടി നിൽക്കണം കേട്ടാ. നമ്മുടെ ഊബർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഊബറിൽ കയറട്ടെ. അയ്യോ വണ്ടി ഇല്ലാതെ, ഛേ ഡ്രൈവർ ഇല്ലാതെ വന്ന വണ്ടിയോ? എടി ഇതിന് ഡ്രൈവർ ഇല്ലടി. ആഹാ നമസ്കാരം. ഞാൻ വിചാരിച്ചു ഡ്രൈവർ ഇല്ലെന്ന് പെട്ടെന്ന് അകത്ത് നോക്കിയപ്പോഴത്തേക്ക്. ബാ കേറാം. ഞാൻ ഉറക്കം വന്നെന്റെ പിപി ഇളകി. താഴെ വീണില്ലേ? ഈ ഉറക്കം ഇപ്പൊ. ഇനി നേരെ ശരുവിന്റെ വീട്ടിൽ പോകണം. ഏഞ്ചൽ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഏഞ്ചലിനെ എടുത്തിട്ട് ചിനയിലോട്ട് പോകണം. അവിടെ കിടന്ന് ഉറങ്ങണം. ഡ്രില്ല് ഇല്ലാത്ത സമയത്ത് ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ് ഗേസ്. നല്ലൊരു ദിവസമായിരുന്നു. ഒരു ദിവസത്തേക്കാണെങ്കിലും നമ്മളവിടെ പോയത് വളരെ നല്ല കാര്യം. കാരണം നമ്മുടെ ചെറുക്കൻ അത്രയും സന്തോഷമായി. അരവിന്ദിന് സന്തോഷമായി. അപ്പോൾ എന്തോ അടി ബാഗിൽ കിടന്ന അലപ്പ്. വ്ളോഗ് ചെയ്യാൻ സമ്മതിക്കൂല എന്നാ. ടാറ്റ പറ എല്ലാരും. ടാറ്റ പറയടി എല്ലാണോ? ഒരു ടാറ്റ കൊണ്ട് വെച്ചാനെ ഞങ്ങൾ പോവാ ഗൈസ്. നാളത്തെ വ്ളോഗിൽ വീണ്ടും വരാം.